ഒരു മലയാളിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ പ്രൈവറ്റ് എയർലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയോ? അതെ, തിരുവനന്തപുരംകാരനായ തക്കിയുദ്ദീൻ വാഹിദാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് എയർലൈനായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ സ്ഥാപിക്കുന്നത്. നല്ല ത്രില്ല് നിറഞ്ഞ സ്റ്റോറിയാണ് തക്കിയുദ്ദീൻ വാഹിദിന്റെയും അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈനിന്റെയും ജേണി എന്ന് പറയുന്നത്. 1990കളിലാണ് ഇന്ത്യ ഓപ്പൺ സ്കൈ പോളിസി പാസ്സാക്കുന്നത്. ഈ അവസരമെല്ലാം മുതലെടുത്തിട്ടാണ് ടാറ്റയും കടത്തി വെട്ടിയിട്ട് തക്കിയുദ്ദീൻ വാഹിദ് തന്റെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ ആരംഭിക്കുന്നത്. 1992 ഫെബ്രുവരി 28-നാണ് ഇവരുടെ ആദ്യത്തെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് അന്നത്തെ ജെറ്റ് എയർവേസ് ആയിരുന്നു. പക്ഷെ അവർക്കൊന്നും ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനേ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പിന്നീടാണ് എല്ലാം മറിച്ചുകൊണ്ടൊരു ട്വിസ്റ്റ് വരുന്നത് കഥയിലേക്ക്. സ്വാഭാവികമായിട്ടും ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസും അതുപോലെ ജെറ്റ് എയർവേസും തമ്മിലുള്ള മത്സരം ഭയങ്കര രൂപത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 1995 നവംബർ 13-ന് അദ്ദേഹം മുംബൈയിലുള്ള തന്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സംഘം എത്തി അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ്. 30 ബുള്ളറ്റുകളാണ് അന്ന് പോലീസ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തത്. 1996-ൽ തക്കിയുദ്ദീൻ വാഹിദിന്റെ അസാന്നിധ്യം കാരണം ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് കമ്പനി അടച്ചുപൂട്ടുകയാണ് ഉണ്ടായിരുന്നത്. കമ്പനിയുടെ അടച്ചുപൂട്ടലിന് ശേഷമാണ് ജെറ്റ് എയർവേസ് ആർക്കും എത്തിപ്പെടാനാകാത്ത ഉയരത്തിലേക്ക് എത്തുന്നത്. പിന്നെ ഇന്നും പൂർണ്ണമായും തെളിയിക്കപ്പെടാത്ത ഒരു കേസാണ് തക്കിയുദ്ദീൻ വാഹിദിന്റെ മരണം എന്ന് പറയുന്നത്.